നമസ്കാരം. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് സ്റ്റിയാറ്റോട്ടിക് ലിവർ ഡിസീസ് അഥവാ SLD എന്ന വിഷയമാണ്. ഇത് കരളിനെ ബാധിക്കുന്ന ഇപ്പോൾ വളരെ സാധാരണയായി കേൾക്കുന്നൊരു അവസ്ഥയാണ്. അതെ, കരളിൽ കൊഴുപ്പ് കൂടുന്നൊരു സംഭവം. ഇതിനെ പണ്ട് ഫാറ്റി ലിവർ ഡിസീസ് എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അതെ അതെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ പേര് ഈ അടുത്ത കാലത്ത് മാറ്റി. എന്തുകൊണ്ടാണ് ആ മാറ്റം? ഒരു കാര്യം ഓർക്കണം, അല്ലേ? അതെ. ആരോഗ്യവാനായ ഒരാളുടെ കരളിലും കുറച്ചൊക്കെ കൊഴുപ്പ് കാണും. അത് സ്വാഭാവികമാണ്. തീർച്ചയായും. പക്ഷേ പ്രശ്നം വരുന്നത് എപ്പോഴാണ്? കരളിന്റെ ഭാരത്തിന്റെ ഒരു ഏകദേശം 5% കൂടുതൽ കൊഴുപ്പ് വരുമ്പോൾ. അപ്പോഴാണ് ഇതിനെ SLD എന്ന് വിളിക്കുന്നത്. അതെ, ആ പരിധി കഴിയുമ്പോൾ. ശരി. അപ്പം നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. തുടക്കത്തിൽ തന്നെ എന്താണ് ഈ സ്റ്റിയാറ്റോട്ടിക് ലിവർ ഡിസീസ്? സ്റ്റിയാറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റിയറ്റോസിസ് ലളിതമായി പറഞ്ഞാല് കരളിലെ കോശങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന ആ ഒരു പ്രക്രിയ, അതാണ് സ്റ്റിയറ്റോസിസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള അധിക ഊർജം ശരീരം കൊഴുപ്പായിട്ടാണല്ലോ സൂക്ഷിക്കുന്നത്. അതെ. അതിന്റെ ഒരു ഭാഗം കരളിലും എത്താം. അത് ഒരു പരിധിവരെ സാധാരണമാണ്. ഓക്കെ. പക്ഷേ ഈ കൊഴുപ്പ് ഒരുപാട് കൂടി കരൾ കോശങ്ങളിൽ കെട്ടിക്കിടന്ന് കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5% കൂടുമ്പോൾ ആ അവസ്ഥയാണ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ SLD. ഇതിനു മുൻപ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തിനായിരുന്നു ആ പേരുമാറ്റം? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരുന്നോ? ഉണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണിത്. ഇവിടെ രസകരമായൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊരു വെറും വാക്കിലെ മാറ്റമല്ല. ഇതൊരു കാഴ്ചപ്പാടിലെ മാറ്റം കൂടിയാണ്. ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് തടിയുള്ളവർക്ക് അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ളവർക്ക് മാത്രം വരുന്ന പ്രശ്നമാണെന്നാണ്. ശരിയാണ്, അങ്ങനൊരു ധാരണയുണ്ട്. ശരീരത്തിലെ കൊഴുപ്പുമായിട്ട് മാത്രം ബന്ധമുള്ള ഒന്ന്. പക്ഷെ സത്യം അതല്ല. SLD വരാൻ അമിതവണ്ണം ഒരു കാരണം മാത്രമാണ്. ഓഹോ. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർക്കും ഇത് വരാം. അത് ശരീരഭാരം മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ പേര് ഈ രോഗാവസ്ഥയെ കൂടുതൽ ശാസ്ത്രീയവുമായും പിന്നെ കൃത്യമായും വിവരിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും നല്ലതാണ്. അതെ. വ്യക്തമായി. ഇനി SLDയുടെ പല തരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കാരണങ്ങൾക്കനുസരിച്ച് ഇതിനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തേത് മിക്കവർക്കും അറിയുന്ന ഒന്നായിരിക്കും. മദ്യപാനവുമായി ബന്ധപ്പെട്ടത് ആൽക്കഹോൾ റിലേറ്റഡ് ലിവർ ഡിസീസ്, ALD. അതെ, ALD. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമിതമായ അളവിലുള്ള മദ്യപാനമാണ് ഇതിന്റെ പ്രധാന കാരണം. നമ്മൾ മദ്യം കഴിക്കുമ്പോൾ അതിനെ അരിച്ചുമാറ്റുന്ന പ്രധാന ജോലി കരളിനാണല്ലോ. ഈ പ്രോസസ്സിൽ സ്വാഭാവികമായും ചില കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ വരാം. കുറഞ്ഞ അളവിലാണെങ്കിൽ കരളിന് സ്വയം കേടുപാടുകൾ തീർത്ത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരാൾ നിർത്താതെ അമിതമായി മദ്യപിച്ചാൽ കരളിന് ഈ റിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടില്ല. അത് കരളിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും ബാധിക്കും. പിന്നെ കോശങ്ങളിൽ കൊഴുപ്പ് അടിയാനും തുടങ്ങും. സ്റ്റിയറ്റോസിസ്, അതാണ് ALDയുടെ തുടക്കം. ശരി. അപ്പോ അമിത മദ്യപാനം കരളിന് വിശ്രമം കൊടുക്കുന്നില്ല. കറക്റ്റ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഭാഗം, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്, NMASLD. ഇതിന്റെ പഴയ പേര് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, NAFD എന്നായിരുന്നു. ഇവിടെയും പേരുമാറ്റം ശ്രദ്ധേയമാണ്. അതെ. ഇത് മദ്യപാനം കൊണ്ടല്ലാത്ത കാരണങ്ങളെ എടുത്തു കാണിക്കാനാണോ? വളരെ ശരിയാണ്. ഈ പേരുമാറ്റവും അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇത് വ്യക്തമാക്കുന്നത് ഈ അവസ്ഥ അമിത മദ്യപാനം കൊണ്ടല്ല, മറിച്ച് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളിൽ, അതായത് മെറ്റബോളിസത്തിൽ വരുന്ന തകരാറുകൾ മൂലമാണ് ഉണ്ടാവുന്നത് എന്നാണ്. ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. കാർഡിയോ മെറ്റബോളിക് റിസ്ക് ഫാക്ടറുകൾ എന്നു പറയും. അവയാണ് MASLDക്ക് പിന്നിൽ പ്രധാനമായും ഉള്ളത്. അതിൽ എന്തൊക്കെ വരും? അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലുള്ള അവസ്ഥ, അതായത് ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന ട്രൈഗ്ലിസറൈഡ്, പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം. ഇതൊക്കെയാണല്ലേ പ്രധാന വില്ലന്മാർ? അതെ. ഇതിന്റെ ഒരു വലിയ ചിത്രം നോക്കിയാൽ ഹൃദ്രോഗത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള അതേ ജീവിതശൈലി പ്രശ്നങ്ങളും ആരോഗ്യ അവസ്ഥകളും തന്നെയാണ് ഇവിടെ കരളിൽ കൊഴുപ്പടിയുന്നതിലേക്കും നയിക്കുന്നത്. അത് ശരിയാണ്. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. തീർച്ചയായും. ഇനി ഈ MASLDയുടെ കുറച്ചുകൂടി ഒരു ഗൗരവമുള്ള ഒരു ഘടകമുണ്ട്.
അതാണ് മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റിയാറ്റോഹെപ്പറ്റൈറ്റിസ് മാഷ്. ഇതിന്റെ പഴയ പേര് നാഷ് എന്നായിരുന്നല്ലേ? നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോഹെപ്പറ്റൈറ്റിസ്. കറക്റ്റ്, നാഷ്. അപ്പോ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ കരളിൽ കൊഴുപ്പ് മാത്രമല്ല, അതോടൊപ്പം നീർവീക്കം, അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ വീക്കം കരൾ കോശങ്ങൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. പിന്നീട് ഇത് കരളിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങും. ഫൈബ്രോസിസ് പോലുള്ള അവസ്ഥകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി സങ്കീർണമായ അവസ്ഥ. ഇനി ഒരാൾക്ക് ഈ പറഞ്ഞ മെറ്റബോളിക് പ്രശ്നങ്ങളുമുണ്ട്, അതോടൊപ്പം അയാൾ നന്നായി മദ്യപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലോ? പ്രമേഹമുണ്ട്, തടിയുണ്ട്, കൂടെ നല്ല മദ്യപാനവും. അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തുന്ന വിഭാഗമാണ് മെൽഡ്. അതായത് MASLD ആൻഡ് ഇൻക്രീസ്ഡ് ആൽക്കഹോൾ ഇൻടേക്ക്. ഈ അവസ്ഥയിൽ നേരത്തെ പറഞ്ഞ് കാർഡിയോമെറ്റബോളിക് റിസ്ക് ഫാക്ടറുകൾ ഉണ്ടാകും. ഇവിടെ കരളിലെ പ്രശ്നങ്ങൾക്ക് ഈ മെറ്റബോളിക് പ്രശ്നങ്ങളും മദ്യപാനവും ഒരുമിച്ച് കാരണമാകുന്നുണ്ട്. രണ്ടും കൂടി. ഏത് ഘടകത്തിനാണ് കൂടുതൽ പങ്ക് എന്നത് ഓരോരുത്തരിലും ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും. ചിലപ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കാം. മനസ്സിലായി. അപ്പോ പ്രധാനമായും ALD, MSLD, METLD ഇവ കൂടാതെ മറ്റു കാരണങ്ങൾ കൊണ്ടും SLD വരാമെന്ന് സൂചിപ്പിച്ചല്ലോ. വരാം. ചില പ്രത്യേക മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട്. അതെ. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് C പോലുള്ള ചില വൈറൽ അണുബാധകൾ, വിൽസൺസ് ഡിസീസ് പോലുള്ള ജനിതകപരമായ അവസ്ഥകൾ, ഇവയും കാരണമാകാം. പിന്നെ ചിലപ്പോൾ എല്ലാ പരിശോധനകളും കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് കരളിൽ കൊഴുപ്പടിഞ്ഞതെന്ന് വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്തരം കേസുകളെയാണ് നമ്മൾ ക്രിപ്റ്റോജനിക് SLD എന്ന് പറയുന്നത്. ക്രിപ്റ്റോജനിക്, അതായത് കാരണം വ്യക്തമല്ലാത്തത്. അപ്പോൾ SLDക്ക് പല കാരണങ്ങളും തരങ്ങളുമൊക്കെയുണ്ട്. ഇനി ഇതിന്റെ ഒരു ഗൗരവം, കരളിൽ കൊഴുപ്പടിഞ്ഞെന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം മിക്ക ആളുകളിലും, പ്രത്യേകിച്ച് തുടക്കത്തിൽ, ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുകൊണ്ട് മാത്രം വലിയ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഓക്കെ. പലർക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടാകാറുമില്ല. അതുകൊണ്ട് അറിയാതെ പോകാം. അതെ. അതുകൊണ്ട് പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകും. പക്ഷേ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ചില വ്യക്തികളിൽ, പ്രത്യേകിച്ച് ഈ MASLDയോ ALDയോ ഉള്ളവരിൽ, ഈ അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കാതെ, ചികിത്സിക്കാതെ വിട്ടാൽ അത് കാലക്രമേണ പുരോഗമിച്ച് കൂടുതൽ സങ്കീർണമായ കരൾ രോഗങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിസ്സാരമായി കാണാനും പറ്റില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പുരോഗമിക്കുന്നത്? സാധാരണയായി എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത്? നമുക്കിതൊന്ന് വിശദമാക്കാമോ? പറയാം. സാധാരണയായി ഇതിന്റെ പുരോഗതിക്ക് ഒരു 3 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം ഹെപ്പറ്റൈറ്റിസ്, അതായത് വീക്കം, ഇൻഫ്ലമേഷൻ. കരളിൽ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് തുടരുമ്പോൾ അത് കരൾ കോശങ്ങളെ പ്രകോപിപ്പിക്കും. അവിടെ ഒരു നീർവീക്കമുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ മാഷ്, മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റിയാറ്റോഹെപ്പറ്റൈറ്റിസ്, അത് ഈ ഘട്ടമാണ്. അതുപോലെ ALDയിലും സ്റ്റിയാറ്റോഹെപ്പറ്റൈറ്റിസ് വരാം. ഈ വീക്കം കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തും. കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. അതെ. രണ്ടാമത്തെ ഘട്ടം ഫൈബ്രോസിസ്. തുടർച്ചയായി വീക്കവും കേടുപാടുകളും വരുമ്പോൾ കരൾ സ്വയം റിപ്പയർ ചെയ്യാൻ നോക്കും. ഈ പ്രക്രിയയുടെ ഭാഗമായി അവിടെ നാരുകൾ പോലെയുള്ള കലകൾ, അതായത് സ്കാർ ടിഷ്യൂ രൂപപ്പെടാൻ തുടങ്ങും. മുറിവുണങ്ങുന്ന പോലത്തെ പാടുകൾ. അതെ. അതിനെയാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഈ പാടുകൾ കൂടുന്നതിനനുസരിച്ച് കരളിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ട് അത് കുറച്ചുകൂടി കട്ടിയുള്ളതായി മാറും, സ്റ്റിഫാവും. മൂന്നാമത്തെ ഘട്ടം, അതാണ് ഏറ്റവും ഗൗരവമുള്ളത്, സിറോസിസ്. ഫൈബ്രോസിസ് ഒരുപാട് പുരോഗമിച്ച് കരളിന്റെ വലിയൊരു ഭാഗം മുഴുവൻ ഈ പാടുകൾ കൊണ്ട് നിറയുമ്പോഴാണ് സിറോസിസ് എന്ന അവസ്ഥ വരുന്നത്. ഈ ഘട്ടത്തിൽ ആരോഗ്യമുള്ള കരൾകോശങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ കരളിന് അതിന്റെ പ്രധാനപ്പെട്ട ജോലികളൊന്നും, ദഹനം, വിഷാംശം നീക്കം ചെയ്യൽ, പ്രോട്ടീൻ ഉണ്ടാക്കൽ, ഇതൊന്നും കാര്യക്ഷമമായി ചെയ്യാൻ പറ്റാതെ വരും. പ്രവർത്തനം താളം തെറ്റും. അതെ. ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ട്. സിറോസിസ് എത്തിയാൽ പിന്നെന്താവും? ചികിത്സിച്ചില്ലെങ്കിൽ സിറോസിസ് അവസാനം കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നതിലേക്കോ, ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ കരൾ ക്യാൻസറിലേക്കോ ലിവർ ക്യാൻസറിലേക്കോ നയിക്കാൻ സാധ്യതയുണ്ട്.
ലോകത്ത് കരൾ ക്യാൻസർ, പ്രത്യേകിച്ചും ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ HCC ബാധിക്കുന്നവരിൽ ഏകദേശം 90% പേരിലും പിന്നിലൊരു സിറോസിസ് ഉണ്ടാകും. ഭീകരമാണല്ലോ. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാകേണ്ടത്? ഈ ഘട്ടങ്ങൾ അറിയുന്നത് എന്തിനാണ്? തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ ഈ സിറോസിസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുമോ? തീർച്ചയായും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റിയറ്റോസിസ്, അതായത് വെറും കൊഴുപ്പടിയൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ഫൈബ്രോസിസ്, ഇതൊക്കെ പലപ്പോഴും ജീവിതശൈലി മാറ്റങ്ങളിലൂടെ, അതായത് ഭക്ഷണ ക്രമീകരണം, വ്യായാമം, മദ്യപാനം നിർത്തുന്നത്, പിന്നെ ആവശ്യമെങ്കിൽ ചില മരുന്നുകളിലൂടെയൊക്കെ നിയന്ത്രിക്കാനും ഒരു പരിധിവരെ പൂർവ്വസ്ഥിതിയിലാക്കാനും പറ്റും. റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഒരു പരിധിവരെ. സിറോസിസിന്റെ ആദ്യഘട്ടങ്ങളിൽ പോലും കൃത്യമായ ചികിത്സയും ഈ പറഞ്ഞ ജീവിതശൈലി ക്രമീകരണങ്ങളുമുണ്ടെങ്കിൽ രോഗം കൂടുതൽ വഷളാകുന്നത് തടയാനും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സാധിക്കും. ആശ്വാസമുണ്ട്. പക്ഷേ സിറോസിസ് ഒരുപാട് കൂടിപ്പോയാല് പിന്നെ കരൾ മാറ്റിവെക്കുക എന്നതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് എത്ര നേരത്തെ കണ്ടെത്തുന്നുവോ അത്രയും നല്ലത്. ശരിയാണ്. ഇനി ഈ ലക്ഷണങ്ങളുടെ കാര്യം. സാധാരണയായി SLDക്ക് തുടക്കത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാറുണ്ടോ? ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞല്ലോ. അതെ, അതാണ് ഇതിന്റെ ഒരു പ്രധാന വെല്ലുവിളി. ആ നിശബ്ദ സ്വഭാവം. മിക്ക ആളുകൾക്കും, പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ, ഒരു ലക്ഷണവും ഉണ്ടാകണമെന്നില്ല. ഓക്കെ. ഇനി വല്ലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടായാൽ തന്നെ അത് വളരെ സാധാരണമായ ചില കാര്യങ്ങളായിരിക്കും. ഒരു വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായിട്ട്, അതായത് കരളിന്റെ സ്ഥാനത്ത് ഒരു ഭാരമോ ചെറിയൊരു വേദനയോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു ക്ഷീണം, തളർച്ച, ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ വേറെ എത്രയോ കാരണങ്ങൾ കൊണ്ട് വരാം. ശരിയാവാം. ആരും ഇത് കരളിന്റെ ആണെന്ന് ഓർക്കില്ല. അതെ, അതുകൊണ്ട് ആരും സംശയിക്കില്ല. എങ്കിൽ പിന്നെ എപ്പോഴാണ് കൂടുതൽ വ്യക്തമായ കാര്യമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്? സാധാരണയായി രോഗം പുരോഗമിച്ച് ഫൈബ്രോസിസ് ഒക്കെ കൂടി സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധേയമായ ലക്ഷണങ്ങൾ വരുന്നത്. സിറോസിസ് സ്റ്റേജില്. അതെ. അപ്പോ എന്തൊക്കെ കാണാം? ഓക്കാനം, വിശപ്പില്ലായ്മ, പെട്ടെന്ന് തടി കുറയുക, തൊലിക്കും കണ്ണിന്റെ വെള്ളയ്ക്കുമൊക്കെ മഞ്ഞ നിറം വരുക, മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, വയറ്റിൽ വെള്ളം കെട്ടി വയറ് വീർക്കുക, അസൈറ്റിസ്, കാലിൽ നീര് വെക്കുക, എഡീമ, ചൊറിച്ചിൽ, ചിലപ്പോൾ ഓർമ്മക്കുറവോ സ്ഥലകാലബോധമില്ലായ്മയോ ഒക്കെ ഉണ്ടാകാം, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി. തലച്ചോറിനും ബാധിക്കും. അതെ. പിന്നെ അന്നനാളത്തിലെയോ ആമാശയത്തിലെയോ രക്തക്കുഴലുകൾ വീർത്ത് പൊട്ടി രക്തം ഛർദ്ദിക്കുകയോ മലത്തിൽ രക്തം കാണുകയോ ചെയ്യുന്നത് വളരെ അപകടകരമായ ലക്ഷണങ്ങളാണ്. അതൊക്കെ ഗുരുതരമാണ്. അതെ. SLDയുടെ പ്രധാന കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാലും ആർക്കൊക്കെയാണിത് വരാൻ സാധ്യത കൂടുതൽ? ആ റിസ്ക് ഫാക്ടറുകൾ ഒന്നുകൂടി ചുരുക്കി പറയാമോ? പറയാം. പ്രധാന കാരണങ്ങൾ ALD, MASLD, മെറ്റാൽഡി ആണെന്ന് നമ്മൾ കണ്ടു. ഇനി സാധ്യത കൂടുതൽ ആർക്കാണെന്ന് നോക്കിയാൽ, 1. സ്ഥിരമായി അമിത അളവിൽ മദ്യം ഉപയോഗിക്കുന്നവർ. അത് വ്യക്തമാണല്ലോ. 2. മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർ. മെറ്റബോളിക് സിൻഡ്രോം. അതെ. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹത്തിന് തൊട്ടുമുൻപുള്ള അവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, രക്തത്തിൽ നല്ല കൊളസ്ട്രോൾ HDL കുറവും ചീത്ത കൊളസ്ട്രോളും LDL ട്രൈഗ്ലിസറൈഡും കൂടുതലുമായിരിക്കുന്ന അവസ്ഥ, പിന്നെ വയറിനു ചുറ്റും കൊഴുപ്പ് കൂടുന്നത്, അബ്ഡോമിനൽ ഒബേസിറ്റി. ഇതെല്ലാം ഒരുമിച്ച് കാണുന്ന ഒരവസ്ഥയാണിത്. ഓക്കേ, ഒരു കൂട്ടം പ്രശ്നങ്ങൾ. അതെ. പിന്നെ ടൈപ്പ് 2 പ്രമേഹമുള്ളവർ. പ്രമേഹ രോഗികളിൽ SLD കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹവും കരളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഉണ്ട്. പിന്നെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ളവർ, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉള്ള സ്ത്രീകൾ. PCOSും ഇതിനു കാരണമാകുമോ? സാധ്യത കൂട്ടാം, കാരണം അവിടെയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ വരാം. പിന്നെ ഉറക്കത്തിൽ ശ്വാസം നിന്നുപോകുന്ന അവസ്ഥ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ളവർ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന ഹൈപ്പോതൈറോയിഡിസം, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഹോർമോൺ കുറയുന്ന ഹൈപ്പോപിറ്റ്യൂട്ടറിസം, ലൈംഗിക ഹോർമോണുകൾ കുറയുന്ന ഹൈപ്പോഗൊനാഡിസം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില മരുന്നുകളുടെ ഉപയോഗം. ഇതൊക്കെയുള്ളവർക്ക് SLD വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. അതെ. അവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ അവസ്ഥയെ ശ്രദ്ധിക്കാതെ വിട്ടാൽ, അതായത് ചികിത്സിച്ചില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സിറോസിസ്, കരൾ പ്രവർത്തനം നിലയ്ക്കൽ, ക്യാൻസർ. വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സങ്കീർണതകൾ ശ്രദ്ധിക്കാനുണ്ടോ? ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ MASLDയുമായി ബന്ധപ്പെട്ടതാണ്. MASLD ഉള്ളവർക്ക്
സിറോസിസും കരൾ ക്യാൻസറും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സാധാരണയെ കണ്ടുപിടിക്കുന്നത്? ലക്ഷണങ്ങളില്ലെങ്കിൽ പിന്നെങ്ങനെ അറിയും? നല്ല ചോദ്യം. ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് യാദൃച്ഛികമായാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ? വേറെ വല്ല ആവശ്യത്തിനും വേണ്ടി രക്തം പരിശോധിക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT ഉണ്ടല്ലോ, ആ, അതിൽ കരൾ എൻസൈമുകളായ ALT, AST എന്നിവയുടെ അളവ് ചിലപ്പോൾ കൂടുതലായി കാണാം. ഓക്കേ. അത് കരളിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നതിന്റെ ഒരു സൂചന നൽകും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എൻസൈമുകളുടെ അളവ് നോർമലായിരിക്കുന്നവരിലും SLD ഉണ്ടാകാം. ഓഹോ, അപ്പോ LFT നോർമൽ ആണെങ്കിലും ഇത് വരാം. സാധാരണയായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറയും. വയറിന്റെ അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ടിൽ അറിയാൻ പറ്റുമോ? ഒരു പരിധിവരെ അറിയാം. കരളിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടോ അതിന്റെ ഒരു ഏകദേശ അളവൊക്കെ മനസ്സിലാകും. ചിലപ്പോൾ കുറച്ചുകൂടി കൃത്യമായി അറിയാൻ ഫൈബ്രോ സ്കാൻ പോലുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ കരളിന്റെ ഒരു ചെറിയ ഭാഗം എടുത്ത് പരിശോധിക്കുന്ന ബയോപ്സിയോ ഒക്കെ വേണ്ടി വന്നേക്കാം. രോഗം എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്, ഫൈബ്രോസിസ് ഉണ്ടോ, സിറോസിസ് തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായി അറിയാൻ ഈ ടെസ്റ്റുകൾ സഹായിക്കും.